ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇങ്ങോട്ടോ ധൃതി പിടിച്ചു പോകുന്ന നമ്മുടെ കിങ്ങിനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിനെ അയാളെ കൊണ്ടാവുന്ന പോലെ മാക്സിമം ടോർച്ചർ ചെയ്ത് ആരാ അവളെ ഇങ്ങോട്ട് അയച്ചതെന്നും എന്തിനാ അയച്ചതെന്നും അറിയാൻ വേണ്ടി മിനിസ്റ്റർ സൂയി ശ്രമിക്കുന്നു. ഹീറോയിൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് നിർത്തു എന്നൊരു സൗണ്ട് കേട്ട് ഹീറോയിനും സൂയും പേടിച്ച് തിരിഞ്ഞു നോക്കി. അത് വേറെ ആരുമല്ല, നമ്മുടെ കിങ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കിങ് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മുടെ കിങ്ങിനെ കണ്ടതും മിനിസ്റ്റർ സൂയി പറഞ്ഞു, കിങ്ങെ, ഞാൻ ഈ പ്രതിയെ ക്യൂൻ മദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അയാൾ സാധാരണക്കാരനല്ല, അയാളൊരു ഡെമനാണ്. അയാളെ താങ്കളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വന്നത്. അയാൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കാനാണ് ക്യൂൻ മദർ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, ഇവിടെ ക്യൂൻ മദറാണോ ഞാനാണോ വലുത്? ഇത് എൻ്റെ ആളാണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇനി മേലാൽ എൻ്റെ ആൾക്കാരെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്യാനോ പാടില്ല. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്നും പറഞ്ഞ് നമ്മുടെ കിങ് നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ റോയൽ ഡോക്ടറിനെ കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. അയാൾ നമ്മുടെ ഹീറോയിന്റെ ഡ്രസ്സ് മാറ്റി മുറിവിന് മരുന്ന് പുരട്ടാൻ നിന്നപ്പോൾ നമ്മുടെ കിങ് അത് തടഞ്ഞു. ഹീറോയിന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിങ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ആ മുറിവുമേ മരുന്ന് പുരട്ടിയില്ലെങ്കിൽ അത് പഴുത്ത് ജീവന് തന്നെ ആപത്താകും എന്ന് പറഞ്ഞപ്പോൾ കിങ് പറഞ്ഞു, നിങ്ങൾ ആ മരുന്ന് തന്നിട്ട് പോയിക്കോ, ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. ബോധം വന്ന ശേഷം നമ്മുടെ ഹീറോയിൻ, ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ കിങ്ങെ എന്ന് നമ്മുടെ കിങ്ങിനോട് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്ന സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ തൊട്ടു നോക്കുന്നു. തൊട്ടു നോക്കിയ ശേഷം സത്യമാണെന്ന് അറിഞ്ഞ് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ എന്നെ ആ ബോഡി ടെസ്റ്റിന് രക്ഷിച്ചത് നിങ്ങൾ തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂൻ മദർ അങ്ങോട്ട് വന്നത്. കിങ്ങിന്റെ ബെഡിൽ അവളെ ക്യൂൻ മദർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ പുതപ്പ് കൊണ്ട് മൂടി സുഖമില്ലാത്ത മാതിരി നമ്മുടെ ഹീറോ അഭിനയിക്കുന്നു. അമ്മേ, 2 ദിവസമായിട്ട് എനിക്ക് നല്ല പനിയും തലവേദനയും ജലദോഷവും ഉണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, വന്നാൽ നിങ്ങൾക്കും അത് പകരും എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അഭിനയിച്ച് തകർക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അപ്പുറത്ത് നിന്ന് തുമ്മുന്നത്. നമ്മുടെ ഹീറോയിൻ തുമ്മിയപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയും ഉടനെ തന്നെ തുമ്മുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ സൗണ്ട് സിങ്ക് ആവാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ക്യൂൻ മദറിന് അതിൽ സംശയം തോന്നുകയും ബെഡ്ഷീറ്റ് മാറ്റി നോക്കുകയും ചെയ്തു. ബെഡ്ഷീറ്റ് മാറ്റിയത് നമ്മുടെ ഹീറോയിൻ എണീറ്റിരുന്നു. നമ്മുടെ ഹീറോയിൻ്റെ കോലവും രൂപവും കണ്ട് ക്യൂൻ മദറിന് പേടിയായി. അതേപോലെ അവിടെ നിന്ന വാനറും ലൂവും എല്ലാവരും അത്ഭുതപ്പെട്ടു. പേടിച്ചിട്ട് ബോധം കെട്ട് വീണ ക്യൂൻ മദറിനെ എല്ലാവരും കൂടി അവരുടെ റൂമിൽ എത്തിച്ചു. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ക്യൂൻ മദറിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കണ്ടില്ല. പക്ഷേ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ നമ്മുടെ കിങ്ങിനോട് പറയുന്നു, കിങ്ങെ, ക്യൂൻ മദറിൻ്റെ പൾസൊക്കെ സ്റ്റേബിളാണ്, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ബോധം എന്താ തെളിയാത്തെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചാൻസ് മുതലെടുത്ത് മിനിസ്റ്റർ സൂയി പറയുന്നു, കിങ്ങെ, ഇത് സാധാരണ രോഗമൊന്നുമല്ല, ഇത് ഉണ്ടായത് ആ ഡെമൺ കാരണമാണ്. അവൾ ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരും ഇങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, അതൊരിക്കലും ഒരു ഡെമൺ അല്ല, അവൾ സ്വർഗത്തിൽ നിന്നും വന്ന മാലാഖയാണ് എന്ന് നമ്മുടെ കിങ് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ സൂയി പറയുന്നു, ആയിക്കോട്ടെ, കിങ്ങിന്റെ വിശ്വാസം അതാണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ സമയം കൊടുക്കാം. ഈ 3 ദിവസത്തിനുള്ളിൽ അവൾ എംപ്രസ് ഡോവേജറിന്റെ അസുഖം മാറ്റിയെങ്കിൽ അതിനർത്ഥം അവൾ സ്വർഗത്തിൽ നിന്നും വന്ന മാലാഖയാണ് എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ കിങ് അവളെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് ഗത്യന്തരമില്ലാതെ അതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന കിങ്ങിൻ്റെ അടുത്ത് ലൂ ചോദിക്കുന്നു, കിങ്ങെ, സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത അവൾ എങ്ങനെയാണ് എംപ്രസ് ഡോവേജറിന്റെ അസുഖം മാറ്റുക എന്ന് ചോദിച്ചപ്പോൾ, ഈ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ കിങ്ങിൻ്റെ അടുത്തേക്ക് വാനർ വരുന്നു. എംപ്രസ് ഡോവേജറിന്റെ അസുഖം മാറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് വാനർ പറയുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിക്കാൻ കിട്ടിയ ആ ചാൻസ് എമിസേരി കാരണമാണ് ഇല്ലാണ്ടായത് എന്നറിഞ്ഞപ്പോഴാണ് എംപ്രസ് ഡോവേജർ അയാളെ ശിക്ഷിച്ചത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാൽ ഈ പ്രശ്നം തീരും, എംപ്രസ് ഡോവേജർ പഴയതുപോലെ ആവും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, ഇനി ഒരിക്കലും നീ ഇങ്ങനെ എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അവൾ പോയ ശേഷം നമ്മുടെ കിങ് പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ മരണം വരെ നമ്മൾ രണ്ടുപേരും അതിന് റിഗ്രറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ വേണ്ട പറയുന്നത് എന്ന് അവൻ സങ്കടത്തോടെ പറയുന്നു. അടുത്ത സീനിൽ ഹീറോയിന്റെ ഫ്രണ്ട് ഹീറോയിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് എംപ്രസ് ഡോവേജറിനെ 3 ദിവസം കൊണ്ട് ഭേദമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഹീറോയിനെ അവർ തലയർത്ത് കൊല്ലും എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് പേടിച്ച് നമ്മുടെ ഹീറോയിൻ പാലസിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ഹീറോയിൻ പാലസിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം കോങ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കോങ് നമ്മുടെ ഹീറോയോട് വന്ന് പറഞ്ഞതും ഹീറോ സന്തോഷത്തോടെ പറയുന്നു, ആയിക്കോട്ടെ, എന്തായാലും അവൾ സേഫ് ആണല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ സന്തോഷിക്കുന്നു. അതേപോലെ കോങ്ങിനെ ഹീറോയിനെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏൽപ്പിക്കുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ നമ്മുടെ ഹീറോയിൻ അവിടെ ഇരിക്കുന്ന 2 ആൾക്കാർ കിങ്ങിനെ കുറ്റം പറയുന്നത് കേട്ടു. അപ്പോൾ അത് അവൾക്ക് സഹിക്കാതെ അവരെ അടിച്ചു. അങ്ങനെ അവർ തിരിച്ചവളെ ഫൈറ്റ് ചെയ്യാൻ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിൻസ് ഹീച്ചിങ് വന്ന് അവളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കോങ് അവരറിയാതെ തന്നെ കാണുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഹീറോയിനുമായിട്ട് കൂട്ടുകൂടിയ പ്രിൻസ് ഹീച്ചിങ് ഹീറോയിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഞാൻ സാധാരണ കണ്ട പെണ്ണുങ്ങളെ പോലെയല്ല, നിങ്ങളുടെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, എൻ്റെ ഹോം ടൗണിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവളാണ് ഞാൻ. ഒരു കഴിവും ഇല്ലാത്തവളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, പ്രശ്നങ്ങളിൽ നിന്നും ഓടുമ്പോഴല്ല, പ്രശ്നങ്ങളെ എതിർത്ത് നിൽക്കുമ്പോഴാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് അവിടേക്ക് കിങ്ങിൻ്റെ ഒരു ഓർഡർ പറഞ്ഞത്. എംപ്രസ് ഡോവേജറിൻ്റെ അസുഖം മാറ്റാൻ കഴിയുന്നവർക്ക് വലിയൊരു റിവാർഡ് തന്നെ കിങ് തരും എന്ന് പറഞ്ഞാണ് ആ ഓർഡർ. ആ ഒരു പേപ്പറിൽ ക്യൂൻ മദറിലെ ഇപ്പോഴത്തെ അവസ്ഥ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്കും ഇതേ സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ഹീറോയിൻ എപ്പോഴും ട്രീറ്റ് ചെയ്യുകയും അത് അപ്പം തന്നെ മാറുകയും ചെയ്തിരുന്നു. അത് ഓർമ്മ വന്നിട്ട് ക്യൂൻ മദറിനും അതേപോലെ ചെയ്താൽ മാറുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെയും പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ മുമ്പിലത്തെ അഡ്വൈസോട് കൂടിയും നമ്മുടെ ഹീറോയിൻ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചു. ഇപ്പുറത്ത് കിങ്ങിൻ്റെ അടുത്ത് ഇമ്പീരിയൽ ഡോക്ടർ ക്യൂനിനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ലു ഓടി വന്ന് ആ വെല്ലുവിളി സ്വീകരിച്ചു, ഒരു ഡോക്ടർ സ്വീകരിച്ചു എന്ന് ഓടി വന്ന് പറയുന്നത്. അതാരാണെന്ന് അറിയാൻ നമ്മുടെ കിങ് സന്തോഷത്തോടെ എണീറ്റ് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നത്. അവന് ഒരുപാട് സന്തോഷമായി. അവളെ കണ്ടതും കിങ് പേടിച്ചിട്ട്, നീ എന്തിനാ തിരിച്ചു വന്നേ എന്ന് ചോദിച്ചപ്പോൾ എംപ്രസ് ഡോവേജറിൻ്റെ അസുഖം എനിക്ക് മാറ്റാൻ കഴിയും, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നേ എന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രമാണോ നീ തിരിച്ചു വന്നേന്ന് ചോദിച്ചപ്പോൾ, അല്ല, കിങ്ങും എന്നെ ഒരുപാട് തവണ രക്ഷിച്ചിട്ടുണ്ട്, കിങ്ങിനെ ഇപ്രാവശ്യം സഹായിക്കൽ എൻ്റെ കടമയാണ് എന്നും പിന്നെ എനിക്ക് എന്ത് പറ്റിയാലും എന്നെ രക്ഷിക്കാൻ കിങ് ഉണ്ടല്ലോ എന്നും അവൾ കൂട്ടിച്ചേർക്കും. അത് കേട്ടത് നമ്മുടെ കിങ്ങിന് ഒരുപാട് സന്തോഷമായി. അവൻ പറഞ്ഞു, നിനക്ക് എന്നും വരാതെ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നവൻ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ലൈബ്രറിയിൽ പോയി ആ രോഗത്തെപ്പറ്റി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കെ അവിടെ ഒരു അനക്കം കേൾക്കുകയും അതിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ നമ്മുടെ വാനറിനെ കാണുകയും ചെയ്തു. വാനർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അവളുടെ മേലോട്ട് പെട്ടെന്ന് ഒരു ബുക്ക് ഷെൽഫ് വീഴാൻ പോയപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമത്തിനിടെ നമ്മുടെ വാനറിൻ്റെ മേലെ ഹീറോയിൻ വീഴുകയും വാനർ ഹീറോയിൻ ഒരു പെണ്ണാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് അവർ സംസാരിച്ച് നല്ല ഫ്രണ്ട്സായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വാനറിനോട് പറയുന്നു, ഞാൻ ഇവിടത്തുകാരിയല്ല, എൻ്റെ ഹോം ടൗൺ വളരെ നല്ലതാണ്, ഇവിടത്തെക്കാൾ എത്രയോ നല്ലതാണ്. എൻ്റെ ഹോം ടൗണിൽ പെണ്ണുങ്ങൾക്ക് അവരുടെ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം, എപ്പോൾ വേണേലും അവരെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ അവിടെയുള്ള പെണ്ണുങ്ങൾ ഇത്രയും ഷോർട്ടായിട്ടുള്ള മുട്ടിന് മേലെ വരെയുള്ള ഡ്രസ്സ് വരെ അവർക്ക് ധൈര്യമായിട്ട് ധരിക്കാം, അവർക്ക് ഹെയർ ഇത്ര വരെ കട്ട് ചെയ്തു നടക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ വാനർ അത്ഭുതത്തോടെ നിൽക്കുന്നു. അവൾക്ക് നമ്മുടെ ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാവുന്നു, അവർ നല്ലൊരു ഫ്രണ്ട്സ് ആവുന്നു. സംസാരത്തിൻ്റെ ഇടയിൽ വാനറിനോട് നമ്മുടെ ഹീറോയിൻ കിങ്ങിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കിങ്ങിൻ്റെ ഭാര്യയല്ലേ, കിങ്ങിനെ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ എന്ന് വാനർ പറയുന്നു. അത് കേട്ട് അത്ഭുതത്തോടെ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഒന്നുമില്ല, ഇഷ്ടമല്ല എന്ന് പറ, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറ, ഇതെന്താ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നത്? അല്ല, നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അന്ന് മദ്യപിച്ച് ലെക്ക് കേട്ടപ്പോൾ ഹുവാൻ എന്ന് വിളിക്കുന്നത് കേട്ടു, അതാരാ എന്ന് ചോദിച്ചപ്പോൾ വാനർ പെട്ടെന്ന് ഹീറോയിൻ്റെ വാ മൂടുകയും ഇനി ഈ വാക്ക് ഇവിടെ ആരോടും പറയരുത് എന്ന് പറയുകയും ചെയ്തു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രിൻസ് ഹീച്ചിങ്ങും മിനിസ്റ്ററും തമ്മിൽ സംസാരിക്കുന്നതാണ്. പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, കിങ് ഒരുപാട് സ്നേഹിക്കുന്ന എമിസേരിയുടെ വിശ്വാസം ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് ഞാൻ അവനെ അനുഭവിപ്പിച്ച് തന്നെ അറിയിക്കും എന്ന് പ്രിൻസ് ഹീച്ചിങ് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ഒരു ഡ്രോയിങ് നമ്മുടെ കിങ്ങിനെ കാണിച്ചപ്പോൾ ഇത് ഞാനാണോ എന്ന് സന്തോഷത്തോടെ ചോദിച്ചു നമ്മുടെ കിങ്ങിനോട് ഹീറോയിൻ പറയുന്നു, അല്ല, ഇത് ഹ്യൂമൻ അനാട്ടമിയാണ്, ഇത് കിഡ്നിയാണ്, ഇത് ഇൻറ്റസ്റ്റൈൻ ആണ്, ഇത് ഹേർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ കിങ്ങിനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് നോക്കിയേ, അവിടെ ലബ് ഡബ് എന്ന് ഇടിക്കുന്നത് കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് റൈറ്റ് സൈഡ് കൈവച്ച് നോക്കുന്നു. അപ്പോൾ അയ്യോ, എൻ്റെ നെഞ്ച് ഇടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലല്ല, മിഡിലിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ലേശം നീങ്ങിയിട്ടാണ് നമ്മുടെ ഹെർട്ട് ഉള്ളത് എന്ന് പറയുന്നു. ഇതാണ് സെർവിക്കൽ വെട്രിബ. നിങ്ങൾ നിങ്ങളുടെ കൈയൊന്ന് നിങ്ങളുടെ കഴുത്തിൻ്റെ ബാക്കിലോട്ട് വെച്ച് നോക്ക്, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലേശം ഒരു അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, നിങ്ങൾ ഏൻഷ്യൻ പീപ്പിൾസ് ഒരുപാട് ഹൈറ്റുള്ള തലയണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ലേശം പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പൊതുവേ നിങ്ങൾ ആരോഗ്യവാന്മാരാണെങ്കിലും നിങ്ങളുടെ ജീവിതശൈലി ശരിയല്ല. എംപ്രസ് ഡോവേജറിൻ്റെ അസുഖം എനിക്ക് മാറ്റാൻ പറ്റും, പക്ഷേ അത് 3 ദിവസം കൊണ്ട് കഴിയില്ല, പതുക്കെ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. കപ്പില്ലാത്തതുകൊണ്ട് കപ്പ് ചെയ്യാൻ എനിക്ക് ബാംബൂ സ്റ്റിക്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ്ങിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരുപാട് ബാംബൂ സ്റ്റിക്സ് നമ്മുടെ ഹീറോയിന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ബാംബൂ സ്റ്റിക്സ് എല്ലാം ഒരു ഗ്ലാസിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യുകയും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് ആ ബാംബൂ സ്റ്റിക്സ് എല്ലാം മെരുക്കിയെടുത്ത് നല്ലൊരു ഗ്ലാസ് പോലെ ആക്കിയെടുക്കുകയും ചെയ്തു.
ആ ഗ്ലാസ് ഉപയോഗിച്ച് അവിടെയുള്ള സെർവൻസിനൊക്കെയും കപ്പിംഗ് ചെയ്യുകയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ള ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ വാനറും അവളെ കൊണ്ടാവുന്ന പോലെ പച്ചിലകളും മറ്റും ശേഖരിച്ച് നമ്മുടെ ഹീറോയിനെ സഹായിക്കാൻ മറന്നിട്ടില്ല. ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ഹീറോയിനെ കാണാൻ ഫുഡും കൊണ്ട് ഹീറോ വന്നു. ഹീറോ കൊണ്ടുവന്ന ഫുഡ് കഴിക്കുന്ന നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ നമ്മുടെ ഹീറോയുടെ ഹേർട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം ആലോചിക്കുന്നത്. അന്ന് ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ ഹീറോയിൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹേർട്ട് ബീറ്റ് നമുക്ക് പുറമെ അറിയാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഹീറോ ചിന്തിക്കുന്നു, അയ്യോ ഞാനെങ്ങനെ ഈ പെണ്ണിനെ സ്നേഹിക്കുന്ന, ഒരു പ്രിൻസസിന്റെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒരു മാനേഴ്സും ഇല്ലാത്ത ഈ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നുവോ എന്ന് ആലോചിച്ച് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി പോകുന്നു. കാര്യമൊന്നും അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമന്റ് ചെയ്യണേ. താങ്ക്